കൃത്യമായ ഒരു തക്കിയ ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഫോർട്ട് കൊച്ചിയിലെ ന്യൂനപക്ഷ വകുപ്പിന്റെ പരിപാടിയിൽ കണ്ടതാണ്. അതായത് അവിടെ താഴെ ഇരുന്ന ഒരു അച്ഛനെയും രണ്ട് സിസ്റ്റേഴ്സിനെയും പെട്ടെന്ന് പരിപാടി തുടങ്ങിയ സമയത്ത് ഇവര് മേലോട്ട് വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ട കസേരയിട്ട് അവരെ അവിടെ ഇരുത്തുകയാണ്. ഇരുത്തിയതിനു ശേഷം മന്ത്രി സംസാരിക്കാൻ പോയ ഉടനെ തന്നെ അവരിൽ ഒരു സിസ്റ്ററിനെ പിടിച്ച് മന്ത്രിയുടെ കസേരയെ കൊണ്ട് ഇരുത്തുകയാണ്. അങ്ങനെ ഇരുത്തുകയും അതിനുശേഷം വരുന്ന ഒരു ഫോട്ടോ സെക്ഷനിൽ പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു ഫോട്ടോ സെക്ഷനിൽ ആ സിസ്റ്ററിനെ വിളിച്ച് നടുക്ക് നിർത്തുകയും അങ്ങനെ ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായിട്ട് സിസ്റ്ററിനെ കൊണ്ടുവരികയും ചെയ്യുകയാണ്. എന്നിട്ട് ഇവരെ കൊണ്ട് സർക്കാരിനെ പറ്റിയും മന്ത്രിയെ പറ്റിയൊക്കെ നല്ല വാക്ക് പറയിപ്പിക്കുകയും ഇത് കൂടാതെ തന്നെ അവസാനം നമ്മുടെ സർക്കാരിന്റെ തന്നെ PR വകുപ്പിൽ നിന്ന് പ്രത്യേക വീഡിയോകൾ സിസ്റ്റേഴ്സിന്റെ എടുത്ത് സർക്കാരിന്റെ നേട്ടങ്ങളും നന്മകളും എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക വീഡിയോകൾ എടുത്ത് അവര് സിസ്റ്റേഴ്സിൽ നിന്ന് എടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ എടുത്ത സമയത്ത് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ അവസാനം താഴെ ഇങ്ങനെ സിസ്റ്റർ ഇരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ഈ നമ്മുടെ മറ്റേ പഴയ ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ പറ്റിയും പഴയ വിഷയങ്ങളെ പറ്റിയും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ മന്ത്രിയോട് സംസാരിച്ചായിരുന്നോ? അതായത് നമ്മുടെ മാർത്തോമ ഭവന്റെ വിഷയങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പം വന്ന ഹിജാബ് വിഷയമുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും മന്ത്രിയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പം സിസ്റ്റർ പറഞ്ഞത് അതൊക്കെ സോൾവ് ആയില്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ അപ്പം തന്നെ ശിവൻകുട്ടിയുടെ അന്നത്തെ ദിവസത്തെ വാർത്താ സമ്മേളനത്തില് സിസ്റ്ററിനെതിരെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വേദികളിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒന്നും തന്നെ ഒരു കൃത്യമായ പരാതികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നേരിട്ട് ഉദ്യോഗസ്ഥരെ അറിയിക്കാനായിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരെ അറിയിക്കാനായിട്ടോ നമ്മൾ മുതിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭയപ്പെട്ട് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് തന്നെയാണ് കൃത്യമായി ഇവരെല്ലാം മുതലെടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ അവരുടെ മുമ്പിൽ താണ് വണങ്ങിയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നല്ല വാക്ക് പറയാനായിട്ട് നമ്മൾ ഇരിക്കും, ഇച്ചിരി സുഖിപ്പിച്ചാൽ മതി ഇവരെല്ലാം കൂടെ പോരും എന്ന രീതിയിലുള്ള ഒരു പരിഗണനയിലൂടെയാണ് ഈ സർക്കാർ സംവിധാനവും രാഷ്ട്രീയക്കാരും ഒക്കെ നമ്മളെ എപ്പോഴും കാണുക.